മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടി വി നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ഈ ദിവസത്തെ കർത്താവിന് സമർപ്പിക്കാം. ഓരോ ദിവസത്തിലേക്കും കടക്കുന്ന തുറക്കുന്ന വാതിലുകളാണ് പ്രഭാതം എന്നല്ലേ പറയുക. ഈ ദിവസത്തിലേക്ക് നമ്മൾ ഈ പ്രഭാതത്തോടെ കടന്നു വരുന്നു. ഇന്ന് അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ കുർബാനകളോടും ചേർത്ത് വെച്ച് നമ്മുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും പ്രവൃത്തികളെയും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെയും അവരുടെ ജീവിതങ്ങളെയും ആർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാവരെയും, പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ, ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരെ, മദ്യപാനം മുതലായ ദുശ്ശീലങ്ങളിൽ ഏർപ്പെട്ടു പോയവരെ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് ഈ പ്രഭാതവും ഈ ദിവസവും എല്ലാവർക്കും അനുഗ്രഹപൂർണ്ണമാക്കണമെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ ഭവനങ്ങൾ സമൃദ്ധമായിട്ട് നിറയാൻ നമുക്ക് ഈ സമയം തമ്പുരാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ നമ്മുടെ ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. അമ്മേ മാതാവ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ. ആമേൻ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്ന വചനം സുഭാഷിതങ്ങൾ 2-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളാണ്. മകനെ, എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ വചനം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. പൊരുളറിയാൻ വേണ്ടി കേണ് അപേക്ഷിക്കുക, അറിവിന് വേണ്ടി വിളിച്ച് അപേക്ഷിക്കുക. നമ്മളിന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് അറിവിനും ജ്ഞാനത്തിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിന്ന് ഈ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുവിശേഷങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. നമുക്കറിയാം 4 സുവിശേഷങ്ങൾ നമുക്കുണ്ട്. വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കായും വിശുദ്ധ യോഹന്നാനും എഴുതിയ 4 സുവിശേഷങ്ങൾ. അത് ഓരോന്നും സെപ്പറേറ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. എഴുതി നരകുലരക്ഷകനാം മിശിഹാതൻ തിരുവചനങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മൾ സീറോ മലബാർ കുർബാനയിൽ പാടുന്നുണ്ട്. അതിനകത്ത് ഇതെല്ലാം വളരെ വിശദമായിട്ട് അടങ്ങിയിരിപ്പുണ്ട്, ഈ സുവിശേഷകനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. മത്തായി അപ്പസ്തോലന് യഹൂദർക്ക് വേണ്ടി സുവിശേഷം എഴുതിയെങ്കിൽ മർക്കോസ് അപ്പസ്തോലൻ റോമിലുള്ള ജനതകൾക്കൊക്കെ വേണ്ടിയാണ് എഴുതിയത്. ലൂക്ക വിജാതീയരായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതി. യോഹന്നാൻ അപ്പസ്തോലനാകട്ടെ എഫേസൂസ് കേന്ദ്രമാക്കിയുള്ള ക്രൈസ്തവ സമൂഹങ്ങൾക്ക് വേണ്ടി എഴുതി എന്നൊക്കെ വളരെ കൃത്യതയോടെ അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആ ഗാനത്തിനകത്ത്.
ഒക്കെ പാട്ട് പാടുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഈ അപ്പസ്തലന്മാരിൽ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെയാണ് അവർ എഴുതിയത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിച്ചതോ പറഞ്ഞു കൊടുത്തതോ ഒന്നുമല്ല. അന്ന് അവർക്ക് അനുഭവിക്കാനും കണ്ടെത്താനും കഴിഞ്ഞ ക്രിസ്തു വചനങ്ങളെ അവിടെ മനസ്സിൽ അവർക്ക് കിട്ടിയ ഓരോരുത്തർക്കും കിട്ടിയ ക്രിസ്തു അനുഭവത്തെയാണ് അന്ന് സുവിശേഷമാക്കി അവരെഴുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഓരോ സുവിശേഷവും നമ്മൾ വായിക്കുമ്പോൾ സമാനമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് പരിശുദ്ധാത്മാവ് ചേർത്ത് വെച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇത്രയും സമാനത വരാൻ സാധ്യതയില്ല. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എഴുതിയ ഈ തിരുവചനങ്ങളൊക്കെ ഇത്രയും സമാനത എല്ലാത്തിനെക്കുറിച്ച് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിയോഗിച്ചതുകൊണ്ടാണ് ആ എഴുത്ത് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവരവർ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തു, ഇതൊരു പ്രധാന കാര്യമാണ്. ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞവരാണ് ക്രിസ്തുവിനെക്കുറിച്ച് എഴുതുക. നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോയി യാത്രാ വിവരണം എഴുതണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന യാത്രാ വിവരണം ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ? യാത്ര പോകണം, ആ യാത്രയുടെ അനുഭവങ്ങളെ കാത്തു സൂക്ഷിക്കണം, ഹൃദയത്തിൽ കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ തലയിൽ കൊണ്ടു നടക്കണം, എന്നിട്ടാണ് യാത്രാ വിവരണം എഴുതുക. അങ്ങനെ നമുക്ക് ഒത്തിരി യാത്രാ വിവരണങ്ങളൊക്കെ നമ്മുടെ സാഹിത്യത്തിലൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ തങ്ങളുടെ ജീവിതങ്ങളിൽ തങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടിയ ദൈവം തോന്നിപ്പിച്ച അനുഭവമായ തങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായ ക്രിസ്തുവിനെക്കുറിച്ച് അപ്പസ്തോലന്മാരൊക്കെ എഴുതി അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. പഴയ നിയമത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മൾ കാണും അതിനകത്ത് കുറേയേറെ സംഭവങ്ങൾ, കുറേ പ്രവചനങ്ങൾ. പ്രത്യേക ഏശയ്യാ പ്രവാചകനെ പോലുള്ള പ്രവാചകരൊക്കെ ക്രിസ്തുവിനെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ പ്രവചനങ്ങളെല്ലാം അവസാനം അത് നിലയ്ക്കുന്നത് ക്രിസ്തുവിലാണ്. അപ്പോഴതിനകത്തൊരു ഹിസ്റ്ററിയുണ്ട്. കർത്താവിൻ്റെ ഒരു ചരിത്രം നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് കാണാൻ പറ്റും. ക്രിസ്തു ആരാണ്? 51 ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകമൊക്കെ വായിക്കാൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെയൊക്കെ പാപപരിഹാരത്തിനായി സഹനങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം ചെയ്തവനാണ് ക്രിസ്തു. അത് നമ്മൾ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ പുതിയ നിയമത്തിൽ സ്നാപകൻ പറയുന്ന കാര്യമാണ്, ലോകത്തിൻ്റെ പാപം വഹിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്നുള്ള ആ പ്രസ്താവനകളൊക്കെ എത്ര ചേർന്ന് പോകുന്നതാണെന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനെ ക്രിസ്തു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ തിരുവചന ഗ്രന്ഥത്തിലൊക്കെ കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഒരു ചരിത്രത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, ക്രിസ്തുവിന് മുമ്പുണ്ട ചരിത്രത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. അതുപോലെ നമുക്കൊക്കെ ഒരു ചരിത്രമില്ലേ? 50 വയസ്സായ ഒരാൾ എന്ന് പറയുമ്പോൾ ആ ആൾക്ക് 50 വയസ്സിൻ്റെ ഇടയിലുള്ള ഒരു ചരിത്രമുണ്ട്. ഓരോരുത്തരും ജനനം, ബാല്യം, കൗമാരം, അങ്ങനെ കടന്നു പോകുന്ന കാലഘട്ടങ്ങളത് അയാളുടെ ചരിത്രമാണ്. എനിക്കും നിങ്ങൾക്കുമൊക്കെ അങ്ങനെ ഒരു ചരിത്രമല്ലേ? നമ്മൾ അവസാനം ജീവചരിത്രമൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ ചെയ്തു വെക്കുക? അവനവൻ്റെ ജീവിതത്തിൽ തൊട്ട അനുഭവങ്ങൾ, സംഭവങ്ങൾ, രൂപപ്പെടുത്തിയ കാര്യങ്ങൾ എല്ലാം ചേർത്ത ജീവചരിത്രം ഉണ്ടാകുക. അതുപോലെ ഈ ചരിത്രത്തിലൊരു ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എന്തുമാത്രം ക്രിസ്തു ഉണ്ട്. അതുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളാകുന്നുള്ളൂ. ക്രിസ്തു അനുഭവങ്ങളുടെ ആകത്തുകയാണ് ക്രൈസ്തവ ജീവിതം എന്ന് നമുക്കങ്ങ് അടിവരയിട്ട് നിർവചിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ കണ്ടെത്തിയ ക്രിസ്തു, ഈ ക്രിസ്തു അന്വേഷണം എന്നും പറഞ്ഞൊരു മലയാളത്തിലൊരു പുസ്തകമുണ്ട്. ക്രിസ്തുവിനെ കണ്ടെത്താൻ പഴയ നിയമത്തിലുമൊക്കെയുള്ള പഠനങ്ങളൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നൊരു പുസ്തകമാണ്. ഞാൻ കണ്ടെത്തിയ ക്രിസ്തു, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ളവർ നമ്മൾ ധാരാളം അക്രൈസ്തവരായിരുന്നു അല്ലെങ്കിൽ അന്യമതവിശ്വാസികളായിരുന്നു എന്ന് പറയുന്ന ആളുകൾ ഒത്തിരി പേരൊക്കെ തങ്ങൾ കണ്ടെത്തിയ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കോട്ടിങ്സൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നമ്മുടെ ഇപ്പോഴത്തെ പഠന വിഷയമല്ലെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരിലും ക്രിസ്തുവുണ്ട്, എല്ലാവർക്കും ക്രിസ്തു അനുഭവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പം നമുക്ക് ഒരാളോട് ക്ഷമിക്കാൻ തോന്നുമ്പോൾ, ക്ഷമിക്കേണ്ടതായിട്ട് വരുമ്പോൾ, ക്ഷമയൊരാവശ്യമായിട്ട് വരുമ്പോൾ അതിന് വേണ്ട പ്രചോദനം കിട്ടുന്നത് ഈ കുരിശിലെ ക്രിസ്തുവിൽ നിന്നാണ്. ശത്രുവിനോട് പോലും ക്ഷമിച്ച, അവന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ക്രിസ്തു ചരിത്രത്തിലുണ്ട്. ആ ക്രിസ്തുവാണ് പ്രചോദനമായി നിൽക്കുക ഒരാൾക്ക് തൻ്റെ ഒരു സഹോദരനോടോ ഒരു അന്യവ്യക്തിയോട് ക്ഷമിക്കേണ്ടതായിട്ട് വരുമ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളങ്ങനെ കണ്ടെത്തിയ ഒരു ക്രിസ്തുവുണ്ട്. നമുക്കറിയാം നമ്മുടെ പാരമ്പര്യത്തിൻ്റെയൊക്കെ മുമ്പിൽ നമുക്ക് വല്ലപ്പോഴും ക്രിസ്തു അനുഭവമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ചെറുപ്പത്തിൽ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ പിറന്നു, പിന്നെ അല്പം വേദപാഠമൊക്കെ പഠിച്ചു എന്നൊക്കെ പറയുന്നത് ഒഴികെ നമുക്ക് സ്വന്തമായി അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു ക്രിസ്തു ഉണ്ടോ നമ്മുടെ ഉള്ളിൽ? അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിനെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ? എങ്കിലും നമ്മൾ ക്രിസ്ത്യാനികളായി എന്ന് നമുക്ക് പറയാൻ എളുപ്പമുണ്ടാകും നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ക്രിസ്തുവിനെ ആണ് ഞാൻ പലപ്പോഴും പങ്കുവയ്ക്കുക, അല്ലാതെ ബുദ്ധിപരമായി തേടി കണ്ടെത്തിയതല്ല. ഞാൻ കണ്ടെത്തിയ ഒരു ക്രിസ്തുവിനെ ഞാൻ പങ്കുവയ്ക്കുന്നു, മറ്റുള്ളവർക്ക് പകർന്നു. അതായത് പ്രേക്ഷിത വേല, സുവിശേഷ വേല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ
ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പരമ്പരാഗതമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ് അധികം പേരും. അങ്ങനെയുള്ളവരോട് ആരെങ്കിലും ചോദ്യം ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളൊക്കെ കുർബാനയ്ക്ക് പോകുന്നില്ലേ എന്നുള്ളത് ഒരാൾ ഉണ്ട്. എന്തിനാ? വൈ ഡു യു ഗോ ഫോർ എ മാസ് ഇൻ ദി മോർണിംഗ് എന്ന് ചോദിച്ചാൽ, നിങ്ങളെന്തിനാണ് ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് പോകുന്നത്? അയ്യോ, ഞങ്ങളങ്ങനെ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോയൊരു പതിവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് അന്ന് പറഞ്ഞാൽ അത് ശരിയാവുന്നില്ല. നിങ്ങൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ക്രിസ്തു ചൈതന്യം അല്ലെങ്കിൽ ക്രിസ്തു അനുഭവം നിങ്ങളുടെ ഉള്ളിലുണ്ടായാലേ ആ ഞായറാഴ്ച കുർബാനയ്ക്ക് അർത്ഥം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന് പറഞ്ഞ് വേദപാഠത്തിൽ പഠിച്ചതുപോലെയോ അല്ലെങ്കിൽ സഭയുടെ ഒരു കൽപ്പന ഉള്ളതുപോലെയോ കണ്ടുകൊണ്ട് എന്നാൽ ആ കൽപ്പന നിറവേറ്റാൻ വേണ്ടി കുമ്പസാരിക്കാൻ പോകാം എന്ന് പറയുന്നതല്ല. വൈ ഡു യു മേക്ക് യുവർ കൺഫെഷൻസ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കുമ്പസാരിക്കുക? അതൊരു ക്രിസ്തു അനുഭവത്തിൻ്റെ മുമ്പിലാവട്ടെ. നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം അങ്ങനെ നിങ്ങൾ കണ്ടെത്തിയ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് ഊറ്റിയെടുക്കാൻ പറ്റും. നമുക്കിങ്ങനെയൊക്കെയുള്ള ചില അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് സുന്ദരനായി ജീവിക്കുക? നമുക്കറിയാം എന്തെല്ലാം ഫാഷനോ കാര്യങ്ങളൊക്കെ ഇന്ന് ബ്യൂട്ടി പാർലറുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ സൗന്ദര്യത്തിൻ്റെ ആധാരം എന്താണ് എന്ന് ചോദിച്ചാൽ 119-ാമത്തെ സങ്കീർത്തനത്തിലെ 10-ാമത്തെ വാക്യം പറയാം. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ യുവാക്കൾ സുന്ദരന്മാരും സുന്ദരികളും ആയിട്ട് മാറുക എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ വചനത്തിന് അവിടെയും പോലും നമ്മൾ പ്രാധാന്യം കണ്ടെത്തുകയാണ്. അപ്പം നമുക്കറിയാം നോമ്പുകാലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കാനുള്ള ഒന്നാണ്. അത് ദൈവത്തിൻ്റെ വചനം കൊണ്ട്, ദൈവം നമുക്ക് നൽകുന്ന സൽപ്രേരണകൾ കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള തിന്മകളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലം ഫലദായമാക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മുടെ തിരുവചനം സഹായിക്കുകയാണ് ചെയ്യുക. എൻ്റെ ബൈബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളല്ല. എൻ്റെ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പൊതിഞ്ഞ് സൂക്ഷിച്ച് എൻ്റെ അലമാര അല്ലെങ്കിൽ എൻ്റെ മേശപ്പുറത്ത് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ബൈബിൾ എന്ന് മാത്രമല്ല അർത്ഥം. എൻ്റെ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മാർഗദീപമായി കൊണ്ടു നിൽക്കുന്ന വചനങ്ങളുടെ സമാഹാരമാണ്. എൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരമായി നിൽക്കുന്നതെല്ലാം എൻ്റെ ദൈവവചനങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള ദൈവവചനത്തിൻ്റെ സമാഹാരത്തെയാണ് എൻ്റെ ബൈബിൾ എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ ഉണ്ടായിരിക്കട്ടെ. ആ സ്വന്തമായ ബൈബിളിൽ നിന്നാണ് ഓരോ സമയത്തും നമുക്കാവശ്യമുള്ള വചനങ്ങൾ നമ്മൾ സ്വീകരിക്കുക, വെളിച്ചം നമ്മൾ സ്വീകരിക്കുക. പാദങ്ങൾക്ക് വിളക്കും വഴികൾ പ്രകാശമെന്ന് 119-ാം സങ്കീർത്തനത്തെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ഈ ദൈവവചനത്തെ ആധാരപ്പെടുത്തിയാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ അത് ജീവിതത്തിന് കൂടുതൽ വെളിച്ചവും പ്രഭയും അഴകും സൗന്ദര്യമൊക്കെ നൽകുമെന്ന് നമ്മൾ അറിയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് ആഴപ്പെട്ട് ഈ നോമ്പുകാലത്ത് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ദൈവവചനത്തിലേക്കും കൂടെ കടന്നു പോകാനാകട്ടെ. നമ്മുടെ നോമ്പുകാലത്തൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പോകണം, അല്ലാതെയും പോകണം. നോമ്പുകാലം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ആത്മീയ ഉണർവ് ആവശ്യമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്, അപ്പോൾ നിങ്ങൾ ദൈവവചനത്തിലേക്ക് തിരിയണം. നമുക്ക് മാത്രം ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സമയം കണ്ടെത്തി പോകുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. നമുക്കും അങ്ങനെയുള്ളവരോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് വിശുദ്ധീകരിക്കാൻ യോഹന്നാൻ സുവിശേഷം 15:3 ഞാൻ പറഞ്ഞ വചന നിയമത്തിൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അങ്ങനെ ജീവിതത്തിന് ശുദ്ധി പകരാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് ധാരാളം ലഭിക്കുന്ന നമ്മുടെ ഇങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ, അതൊക്കെ നമ്മൾ കൂടുതൽ താല്പര്യത്തോടെ അതിലൊക്കെ പോയി പങ്കുചേർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അഴക് വർദ്ധിപ്പിക്കാൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ. അതിന് നമുക്ക് വചനം വായിക്കാം, വചനം പഠിക്കാൻ ശ്രമിക്കാം, വചനം പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കാം. അങ്ങനെ വചനബദ്ധമായൊരു ജീവിതത്തിലൂടെ നോമ്പുകാലം നമുക്ക് കൂടുതൽ ഫലവത്താക്കി തീർക്കാൻ ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നല്ല തമ്പുരാനെ, ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് വേണ്ടി നിൻ്റെ വചനത്തിന് വേണ്ടിയുമാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളും അതുപോലുള്ള ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങളും ഒരു ദൈവ അനുഭവമായി ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ജ്വലിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ക്രിസ്തു അനുഭവമായി തീരട്ടെ ഞങ്ങളുടെ എല്ലാ ആത്മീയ അഭ്യാസങ്ങളും. നിന്നെ അനുഭവിച്ചറിയുവാനും കണ്ടെത്തുവാനും ഞങ്ങൾക്ക് കൂടുതലായിട്ട് കൃപ തരണമേ. അങ്ങയെ തേടുന്നവർ അങ്ങയെ കണ്ടെത്തുന്നു ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ അന്വേഷിക്കുന്നവരാകട്ടെ. അങ്ങയുടെ വചനത്തിൻ്റെ മാധുര്യവും
വചനത്തെ ശക്തിയും തിരിച്ചറിയുന്നവരും വചനം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്നവരുമായി തീരാൻ ഈ നോമ്പുകാലത്ത് ഞങ്ങൾക്ക് പ്രത്യേകമായ കൃപയും അനുഗ്രഹം സമൃദ്ധമായിട്ട് നൽകണമെന്ന് വചനത്തിന് ജീവിതം സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ തൊടുന്നതായിട്ട് മാറണം. അതൊരു ഹൃദയ അനുഭവമാക്കി മാറ്റാനും നമ്മളെ കൊണ്ടാവും. വെറും അധര കൊണ്ട് ഉള്ള പ്രാർത്ഥനയല്ലാതെ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുവിനെന്ന് പറയുന്ന ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന നമുക്ക് ഈ സമയം കർത്താവിന് സമർപ്പിക്കാം. പ്രത്യേകമായി നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും, നമ്മുടെ കുടുംബം തമ്പുരാൻ്റെ വചനം കൊണ്ട് ഭരിക്കപ്പെടുന്നതും നിയന്ത്രിക്കപ്പെടുന്നതുമായി തീരാൻ, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും വചനം കേൾക്കുന്നവരും അനുസരിക്കുന്നവരുമായി വരാൻ, അങ്ങനെ കുടുംബം അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നത് പോലെ അനുഗ്രഹത്തിൻ്റെ കുടുംബങ്ങളായി രൂപാന്തരപ്പെടാൻ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും, അന്യനാടുകളിലായിരിക്കുന്നവരെയും, പഠിക്കുന്ന മക്കളെയും, പഠനം കഴിഞ്ഞ് നിൽക്കുന്നവരെയും, ജോലി തേടി നടക്കുന്നവരെയും, തമ്പുരാൻ്റെ കൃപയിൽ നിന്ന് ആരെങ്കിലും അകന്നു കഴിയുന്നവരുണ്ട്, അങ്ങനെയുള്ളവരെ പ്രത്യേകമായും സമർപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് തമ്പുരാന് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് കണ്ണുകളൊക്കെ അടച്ച് പ്രാർത്ഥിച്ച് നിൽക്കാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധരുടെ കരങ്ങൾ വഴി നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ, നമ്മുടെ നാമത്തിന് കാരണഭൂതനായ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധിയിലൂടെ, നമ്മുടെ ഇടവക മധ്യസ്ഥനിലൂടെ നമ്മളെ കാക്കുന്ന കാവൽ മാലാഖയുണ്ട്, വിശുദ്ധ മിഖായേൽ മുതലായി നമ്മൾക്ക് ഏറ്റവും സഹായവും ശക്തിയുമായി തരുന്ന മാലാഖമാരുണ്ട്. അവരുടെ എല്ലാം മധ്യസ്ഥതയിലൂടെ നമുക്ക് നമ്മുടെ എല്ലാ യാതനകളും പ്രാർത്ഥനകളും കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ അവരുടെയൊക്കെ സംരക്ഷണത്തിന് നമുക്ക് ഭരമേൽപ്പിക്കാം. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാവരെയും ഓർക്കണം. മരിയ കൂടാരങ്ങളിൽ വസിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും നമുക്ക് പ്രത്യേകം ഓർക്കാം. നമുക്ക് നമ്മുടെ ഈ ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് കർത്താവിന് സമർപ്പിക്കാം. ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിനെയും ഗുഡ്നെസ് TV പോലുള്ള പ്രേക്ഷിത മേഖലകളെയും അതിൽ പ്രവർത്തിക്കുന്നവരെയും നമുക്ക് തമ്പുരാന് തിരുമുമ്പിൽ ഓർക്കാം. ഒരു ജപമാലയെങ്കിലും ചൊല്ലിക്കൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷകളോട് പ്രത്യേകമായിട്ട് ചേരുന്നു. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനയായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കാം. മുറിവേറ്റു പിടഞ്ഞ നിൻ സ്നേഹം, മുറിയപ്പെടുന്ന നിൻ സ്നേഹം, ക്രൂശിലെ സ്നേഹത്തിൻ അനുസ്മരണം, കാൽവരി തന്നിലെ യാഗാർപ്പണം. മുറിവേറ്റു പിടഞ്ഞ നിൻ സ്നേഹം, മുറിയപ്പെടുന്ന നിൻ സ്നേഹം, ക്രൂശിലെ സ്നേഹത്തിൻ അനുസ്മരണം, കാൽവരി തന്നിലെ യാഗാർപ്പണം. വിശുദ്ധ കുർബാനയായി നാവിൽ ഈശോ അണയുന്ന നിമിഷം, നിരനിരയായി ചേർന്നു ഞങ്ങൾ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കുന്നു. ഇത്രമേൽ ചെറുതാം അപ്പമാം രൂപത്തിൽ നാവിൽ അലിഞ്ഞിടും നിന്റെ
സ്നേഹം ഇത്രമേൽ ചെറുതാം അപ്പമാം രൂപത്തിൽ നാവിൽ അലിഞ്ഞിടും നിന്റെ സ്നേഹം മതിയാകുവോളം സ്വീകരിപ്പാനെന്നെ മതിയാകുവോളം സ്വീകരിപ്പാനെന്നെ യോഗ്യനാക്കേണമേ സ്നേഹനാഥ യോഗ്യനാക്കേണമേ സ്നേഹനാഥ വിശുദ്ധ കുർബാനയായി നാവിൽ ഈശോ അണയുന്ന നിമിഷം നിരനിരയായി ചേർന്നു ഞങ്ങൾ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കുന്നു. ചങ്കു പിളർന്നതാ നിൻ തിരുച്ചോരയിൽ കഴുകി തുടച്ചെന്നെ പെൺമയാക്കൂ. ചങ്കു പിളർന്നതാം നിൻ തിരുച്ചോരയിൽ കഴുകി തുടച്ചെന്നെ വെണ്മയാക്കൂ. വലുതാക്കണേ നാഥ ചെറുതായി തീർന്നു നിൻ വലുതാക്കണേ നാഥ ചെറുതായി തീർന്നു നിൻ കരതാരിലെന്നും ലയിച്ചിടുവാൻ കരതാരിലെന്നും ലയിച്ചിടുവാൻ മുറിവേറ്റു പിടഞ്ഞ നിൻ സ്നേഹം മുറിയപ്പെടുന്ന നിൻ സ്നേഹം ക്രൂശിലെ സ്നേഹത്തിൻ അനുസ്മരണം കാൽവരി തന്നിലെ യാഗാർപ്പണം മുറിവേറ്റു പിടഞ്ഞ നിൻ സ്നേഹം മുറിയപ്പെടുന്ന നിൻ സ്നേഹം ക്രൂശിലെ സ്നേഹത്തിൻ അനുസ്മരണം കാൽവരി തന്നിലെ യാഗാർപ്പണം വിശുദ്ധ കുർബാനയായി നാവിൽ ഈശോ അണയുന്ന നിമിഷം നിരനിരയായി ചേർന്നു ഞങ്ങൾ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാനയായി നാവിൽ ഈശോ അണയുന്ന നിമിഷം നിരനിരയായി ചേർന്നു ഞങ്ങൾ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കുന്നു. സഭയോട് ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ മാപ്പാപ്പായോടും എല്ലാ മെത്രാൻ സംഘത്തോടും വൈദിക ഗണത്തോടും സന്യാസിനോടും ആത്മായ പ്രേക്ഷിതരോടും എല്ലാ പ്രേക്ഷിത ബഹരം ജീവിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് നമ്മുടെ എല്ലാ യാതനകളും കർത്താവിന് സമർപ്പിച്ച് സഭയിലൂടെ നമുക്ക് നൽകപ്പെടുന്ന ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ശിരസ്സ് നമിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് ദൈവം നിങ്ങൾക്ക് നൽകിയിരുന്ന ഈ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ, സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ആമേൻ.